ചെന്താമരയ്ക്ക് വധശിക്ഷ. നഷ്ടപരിഹാരം ഭാര്യയുടെ പേരിലുള്ള വീട് വിറ്റുകൊടുക്കണമെന്ന് കോടതി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവങ്ങളാണെന്ന് വിലയിരുത്തിയ കോടതി പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്നും നിരീക്ഷിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. കുറ്റക്കാരനാണെന്ന് അറിഞ്ഞ ശേഷം പ്രതിയുടെ പ്രതികരണങ്ങൾ കോടതി വിധിയിൽ കോടതി പരാമർശിച്ചു. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ കേസും കോടതി പരാമർശിച്ചു. കൊലപാതകത്തിന് പ്രതി വ്യക്തമായി പദ്ധതിയിട്ടിരുന്നതായി സാക്ഷിമൊഴികളുണ്ട്. കൊലപാതകം പ്രതി തുടർച്ചയായി ന്യായീകരിക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിന് ശേഷം ചെന്താമര വിഷം കഴിച്ചു എന്നതിന് തെളിവില്ല. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. കൊലപാതകം നടന്ന് 1.5 വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വന്നത്. BNS വകുപ്പ് 103(1), 126(2) എന്നിവ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. വേണ്ടിവന്നാൽ താൻ മറ്റുള്ളവരെയും കൊല്ലുമെന്നാണ് പ്രതി പറഞ്ഞത്. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിക്കാൻ താൻ ഗാന്ധിജിയല്ലെന്നും എഴുതാൻ പറ്റുന്നതെല്ലാം എഴുതിക്കോ എന്നും ചെന്താമര പറഞ്ഞിരുന്നു. തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും തന്റെ പെരുമാറ്റമെന്നും ചെന്താമര ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേസമയം കൊല്ലപ്പെട്ടവരുടെ മക്കളിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാനും കോടതി ഉത്തരവിട്ടു. ശിക്ഷാവിധിയിൽ സന്തോഷമുണ്ടെന്നും തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്നും കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി പ്രതികരിച്ചു. ചെന്താമര വിധിക്കെതിരെ അപ്പീൽ പോകാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി.